ഇന്ന് നമുക്ക് വന്ദേ ഭാരതിന് എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ ഒന്ന് പോയാലോ? ഇന്ന് ശരിക്കും ഞാൻ ഈ യാത്ര ചെയ്യുന്ന ദിവസം നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് അമൃത ഭാരത് ഇനാഗുറേഷനാണ്. എനിക്ക് ഈ ഫസ്റ്റ് ഇനാഗുറേഷന് പോകാൻ താല്പര്യമില്ല വെയിലായിട്ട്. കാരണം നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഒരു മെയിൻ കാര്യം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പോകാത്തത്. എനിക്കറിയാം ഒത്തിരി കമൻസ് വരും ഇതേപോലെ പോകുന്നില്ലെന്ന് ചോദിച്ചാൽ. അതുപോലെ ഭയങ്കര അലമ്പായിരിക്കും. എല്ലായിടത്തും നിർത്തി പോകുന്നതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരും അല്ലാത്ത ആൾക്കാരെല്ലാം കയറി നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു പ്രൈവസി കാണത്തില്ല. അതുമല്ല എനിക്കാണെങ്കിൽ ചുറ്റും ആൾക്കാരൊക്കെ കൂടി എന്താ വീഡിയോ എടുക്കാൻ ഒരു ചമ്മലാട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വന്ദേ ഭാരതിലൊന്ന് കണ്ണൂർ വരെ പോകാം. നമ്മൾ കണ്ണൂർ പോകുന്നത് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതേപോലെ കണ്ണൂർ യശ്വന്ത്പൂരിൽ യാത്രയാണെന്ന്. അപ്പോൾ നമ്മൾ കണ്ണൂർ യശ്വന്ത്പൂരിന് കയറാൻ വേണ്ടിയാണ് കണ്ണൂർ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്ന എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് കാണുന്നത് കേട്ടോ. ഇത് പാർക്കിംഗ് കെട്ടിടമാണ്. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വരുന്നു, ഇനിയുണ്ട്. എന്തായാലും ഈ വർഷം ഓണം സമയത്ത് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് എന്തായാലും ഇത് റെഡിയാവും. ഓൾമോസ്റ്റ് കഴിഞ്ഞ് അകത്തത്തെ പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെല്ലാം അടിപൊളിയാവുകയാണ്. പക്ഷേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോഴും പഴയ പോലെ കിടക്കുന്നത്. അത് റെഡിയാവുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം പഴയ ആൾക്കാർക്ക് എന്തോ അവരുടെ ടെൻഡർ എടുത്തെന്തോ സ്റ്റേ എന്തോ കിട്ടി. അപ്പോൾ പുതിയ ആൾക്കാർ എടുത്തിട്ടുണ്ട് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും റെഡിയാവും. എന്നാലും ടൈം എടുക്കും. കാരണം എറണാകുളം സൗത്തിൽ പ്രശ്നം ഇതേപോലെ പ്ലാറ്റ്ഫോമിന് ഉയരമില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഒഴിച്ച് ബാക്കി ഒന്നും 6 ബാക്കിയെല്ലാം ഭയങ്കര ഇങ്ങനെ ലോ ലെവലിലായിരിക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അതൊക്കെ ഒന്ന് പൊക്കണം. അത് പൊക്കിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ തുടങ്ങുന്ന ഒരു സ്റ്റേഷൻ കൂടെ അല്ലേ. അപ്പോൾ എറണാകുളം സൗത്തും കൂടെ ഒന്ന് സെറ്റ് ആവണം. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് കണ്ട് ലൈനൊക്കെ സ്വിച്ച് ചെയ്ത് കോട്ടയം ലൈനിൽ നിന്ന് ലൈനൊക്കെ സ്വിച്ച് ചെയ്തുകൊണ്ട് പയ്യെ വരുന്നുണ്ട്. ഇന്ന് അമൃത ഭാരത് ഇനാഗുറേഷൻ അല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അതായത് കേരളത്തിൽ കണ്ട ട്രെയിൻ ഇനാഗുറേഷൻസിൽ ഏറ്റവും ഗ്രാൻഡ് ഇനാഗുറേഷനായിരുന്നു ഈ വണ്ടിയുടെ ഇനാഗുറേഷൻ. ഈ വണ്ടിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 20 കോച്ചാക്കി പിന്നെ കയറിയിട്ടില്ല കേട്ടോ. ആദ്യം അതാണ് കയറാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കോച്ച് C15 ആണ് കേട്ടോ, പുറകിലായിട്ടാണ്. നോർമൽ ചെയർക്കാരനാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. അപ്പോൾ എൻ്റെ സീറ്റ് 49 48 വേണ്ട, ഏ സൈഡ് നടത്തില്ല, ഈ സൈഡായിരിക്കും. നമ്മുടെ സീറ്റ് കണ്ടോ 49 വിൻഡോ സൈഡ്. നോക്കി എന്തുവാണ് ഇത്, എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ അവസ്ഥ കേട്ടോ. മര്യാദയ്ക്കൊരു വിൻഡോ സീറ്റ് പോലും കിട്ടത്തില്ല. ഇത് എങ്ങനെ ഇരിക്കും ഇവിടെ, നമുക്ക് ഒട്ടും കാണത്തില്ല. നമുക്ക് വേണ്ട എന്തുവല്ലേ. എനിക്ക് കിട്ടിയ സീറ്റ് ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. എന്തൊന്നും അറിയത്തില്ല, ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ഒരു ഫീലിങ്. പക്ഷേ കുഴപ്പമില്ല. ഭയങ്കര ചൂടിൻ്റെ കയറിയപ്പോൾ ഭയങ്കര ചൂടും AC ഒന്നും വർക്കിംഗ് അല്ല എന്തോ. ആർക്കറിയാം. വണ്ടിക്കകത്താണ് നിറച്ച ആൾക്കാരാട്ടോ, ഫുള്ളാണ് വണ്ടി. ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. ചിലപ്പോഴൊക്കെ വേക്കൻ്റ് കാണാറുണ്ട്, പക്ഷേ ഇന്ന് ഫുള്ള് കേട്ടോ. നമ്മുടെ ഈ കാസർഗോഡ് വന്ദേ ഭാരതിൽ ഇപ്പം ഫുഡ് നേരത്തെയൊക്കെ ആദ്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു, മീൻസ് അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതിനകത്ത് കാറ്ററിങ് ചെയ്യുന്നത് ഫ്ലൈറ്റ്, അതായത് വിമാനത്തിലൊക്കെ കാറ്ററിങ് ചെയ്യുന്ന എന്തോ ടീമാണ്, അവരുടെ പേര് മറന്നുപോയി, ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അത്യാവശ്യം കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നോൺ വെജാണ് ഇത്തവണ എടുത്തത്. ശരിക്കും വീപിക്ക് പോകുന്നതിന് കാര്യം ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ വേഗം എത്തുമല്ലോ. ഇവിടുന്ന് 8:30 നമ്മൾ കയറി 9, 10, 11, 12, 12:15 നമ്മൾ എത്തും. 4 മണിക്കൂർ പോലും വേണ്ട കണ്ണൂർ എത്താൻ വേണ്ടി. ആ കാറ്ററിംഗ് ടീമിൻ്റെ പേര് CAFS എന്നാണ് കേട്ടോ. അപ്പോൾ അതിലിവർ ഞാൻ കണ്ടത് കാറ്ററിംഗ് സ്റ്റാഫെല്ലാം മലയാളീസാണ്. കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ഈ ഹിന്ദിക്കാരെ വിൽക്കുന്നതിലും ഭേദം നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമ്മളിപ്പോൾ ആലുവ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഈ വിൻഡോ സൈഡിൽ കൂടെ കാണിക്കണമെങ്കിൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കണം, അതാണ് മെയിൻ ഒരു പ്രശ്നം. എൻ്റെ സീറ്റ് അങ്ങനത്തെ സീറ്റായപ്പോൾ എന്തോ ചെയ്യാറുള്ളതൊക്കെ ഓരോ പരിപാടിയൊക്കെ. ഇതിനകത്ത് കാറ്ററിംഗ് ടീമിൻ്റെ യൂണിഫോം തന്നെ വേറെ ടൈപ്പാണ് കേട്ടോ. CAFS എന്നൊക്കെ പുറകെ എഴുതിയിട്ട് പച്ച ടൈപ്പാണ്. അത് എല്ലാവരും മലയാളികളാണ് കേട്ടോ.
ഹിന്ദിക്കാരും എല്ലാവരും മലയാളികളാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. CAFS എന്നൊക്കെ പറഞ്ഞ് ടീയിലെ കൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ഇത് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പമാണ്. അപ്പം ഇങ്ങനെ അവർ പീസാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ മുട്ടക്കറി, പിന്നെ ഇതെന്തുവാ, ഇത് കേസരിയാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ജിഞ്ചർ ചായയുടെ ഒരു പ്രീമിക്സും. ഇതാണ് നോർമൽ ചെയർക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കണ്ടോ, ഈ CAFSൻ്റെ ഫുൾ ഫോം ശരിക്കും കസിനോ എയർ കാറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ്. അതായത് ഫ്ലൈറ്റിൽ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ വന്ദേ ഭാരതിൽ കൊടുക്കുന്നത്. അറിയോ? എനിക്ക് അടിപൊളിയല്ലേ. നമുക്ക് 1 ലിറ്ററിൻ്റെ വെള്ളവും തന്നിട്ടുണ്ട്. ചില വണ്ടികളുടെ 1/2 ലിറ്ററാണ് കേട്ടോ. ഞാൻ ചില വണ്ടിയിൽ ഇതേപോലെ കയറിയപ്പോൾ 1/2 ലിറ്ററായിരുന്നു. പക്ഷേ നമ്മുടെ വന്ദേ ഭാരതിൽ 1 ലിറ്ററിൻ്റെ വെള്ളം കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജിഞ്ചർ ടീ, നല്ല സാധനം ഇത് കേട്ടോ, പ്രീമിക്സ്. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനത്തിൽ. ഇവർ ഈ അപ്പം എന്തായാലും ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചേക്കുന്നത് അതിൽ എടുത്ത് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാമേ. അപ്പം കുറച്ച് ഹാർഡാണ്, പക്ഷേ കുഴപ്പമില്ല, തണുത്തതല്ലേ. മുട്ടക്കറിയും കൂട്ടി കഴിച്ചു കൂടെ. ഓക്കെ, കുഴപ്പമില്ല, പക്ഷേ ചൂടില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഇത് വേറെ ഒന്നുമില്ല. നല്ല ഫുഡാണ്. ഫുഡ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ തണുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്ത് ഫുഡാണെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു രുചിക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. തണുത്തതുകൊണ്ട് തന്നെ അപ്പം ഒന്ന് ജസ്റ്റ് ഹാർഡായിപ്പോയി. കറിയാണെങ്കിലും ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കൊള്ളാം, ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആ പാക്കിങ് എല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നല്ല നല്ല കട്ടി, നല്ല അടിപൊളി പ്ലാസ്റ്റിക് ഒരു കണ്ടെയ്നറിൻ്റെ തന്നത്. അപ്പോൾ നല്ല പാക്കിംഗ് ആണ്. നമ്മൾ നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മറ്റേ പേപ്പറിൻ്റെ മറ്റേ ഡിസ്പോസിബിൾ സാധനമല്ലേ, അത് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇത് നൈസാണ്. പിന്നെ ആ കേസരി നല്ലതായിരുന്നു. ഓവറോൾ അടിപൊളി. ഇനി എക്സിക്യൂട്ടീവിലൊക്കെ എന്താണെന്ന് അറിയത്തില്ല, സെയിം തന്നെയായിരിക്കും, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ വന്ദേ ഭാരതിൽ ശരിക്കും വൈഫൈ ഉണ്ട്. അപ്പോൾ ഈ വൈഫൈ എന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് കിട്ടുന്ന ടൈപ്പല്ല, ഇത് മറ്റേ ഇൻഫർടൈൻമെൻ്റ് ആണ് ഇതിൻ്റെ സംഭവങ്ങൾ കേട്ടോ. ഇത് നമ്മൾ വൈഫൈ കണക്ട് ചെയ്തപ്പോഴേക്കും, എൻ്റെ വേറെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തപ്പോഴേക്കും ഇന്ത്യൻ സോങ്സ് എന്ന് പറഞ്ഞാൽ എന്തോ വന്ദേ മാതരത്തിൻ്റെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. പിന്നെ ICFൻ്റെ എന്തോ സംഭവങ്ങൾ, ICFൻ്റെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിരിക്കും. പിന്നെ കിഡ്സ് മൂവീസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താ മാളൂട്ടി എന്തോ എഴുതിയിരിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ കിഡ്സ് ഷോസ്, സയൻസ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ത്രില്ലർ പടം ഉണ്ട്. സുരേഷ് ഗോപിയുടെ ക്രൈം എന്നൊരു പടം കണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് ഇത് വേണ്ട, പരസ്യമൊക്കെ ഉണ്ട്, അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് സിനിമ കാണാൻ പറ്റുന്നുണ്ടാ. എന്തായാലും കൊള്ളാം അല്ലേ. ഞാൻ ഇതുവരെ ഈ പേടി ചെയ്തിട്ടില്ലായിരുന്നുണ്ടാ. നമുക്കിതിൽ സിനിമയൊക്കെ കാണാൻ പറ്റും. എന്തായാലും കൊള്ളാം, നൈസ്. നമുക്ക് ഈ വൈഫൈ വെച്ചിട്ട് നമുക്ക് നെറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇൻഫർടൈൻമെൻറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് ഈ സംഭവം നോക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മൂവീസ്, ഹിന്ദി മൂവീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ, പിന്നെ ടെലിവിഷൻ, ഇംഗ്ലീഷ് ഷോസ്. പക്ഷെ മലയാളം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മ്യൂസിക്കൽ എല്ലാം തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ക്രൈം എന്ന് പറഞ്ഞ സിനിമ മറ്റേ തമിഴ് ഡബ്ബാന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു. മലയാളം ഒന്നും കാണിക്കുന്നില്ല. വേണ്ട, നമ്മളിപ്പം തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പ്ലാറ്റ്ഫോം 1 ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന അന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ കിടപ്പുണ്ട്. ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ഇന്ന് മാത്രം ആ വണ്ടി LHP റേക്ക് വെച്ച് ഓടുന്നത്. അതായത് പാസഞ്ചർ LHP വെച്ച് ഓടുന്നത്. ഇതിന് 3, 4, 5 ജനറൽ കോച്ചും പിന്നെ ഒരു WP7 ലോക്കോയും വെച്ച് അലങ്കരിച്ച് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സുഹൃത്ത് ഗോൾഡിന് ഇവിടെ ഉണ്ട്, അപ്പം ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 അത് കിടപ്പുണ്ട്, കാണിച്ചു തരാം. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ സുരേഷ് ഗോപി ഈ വന്ദേ ഭാരതിലുണ്ടെന്ന് കേട്ടു. പക്ഷേ എക്സിക്യൂട്ടീവ് ക്ലാസ് ആണ്, അതങ്ങ് മുന്നിലാണ്. അപ്പം പുള്ളി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇറങ്ങി തൃശ്ശൂർ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ വണ്ടി ശരിക്കും LHP ആയിട്ടല്ല ഓടുന്നത്. മെയിൻ റെഗുലർ സർവീസ് തുടങ്ങുമ്പോൾ അത് മറ്റേ ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ചിട്ടായിരിക്കും ഓടുന്നത്. അപ്പോൾ ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി ജസ്റ്റ് ഒരു LHP അവിടെ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കാണാൻ പറ്റി, കാണിച്ചു തരാം. നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. എനിക്ക് തോന്നുന്ന വണ്ടി പാസഞ്ചർ മുന്നോട്ട് കയറ്റി ഇട്ടിരിക്കുമായിരിക്കും, അത് കാണുന്നില്ല. നമ്മുടെ കോച്ച് ഏറ്റവും പുറകിലായതുകൊണ്ടേ അത് കാണത്തില്ല. അപ്പോൾ ഇനി വണ്ടി വിടുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ, കാണിച്ചു തരാം. പ്ലാറ്റ്ഫോം 1 ആ പാസഞ്ചർ കിടക്കുന്നതുകൊണ്ട് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികളല്ലേ ഇപ്പോൾ പ്ലാറ്റ്ഫോം 3 കൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വരാൻ വേണ്ടി അപ്പുറത്ത് മറ്റേ കോർബ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് അവിടെ കിടക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ റേക്ക്. കണ്ടോ, ഫുൾ LHP ആണ്. ഇത് ഇന്ന് മാത്രമേ LHP ആയിട്ടുള്ളൂ. ഇത് ശരിക്കും ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ച് വിടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ചുമ്മാ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിന് മുന്നിൽ ഒരു WP7 ലോക്കോ ആണ് കേട്ടോ, കാണിച്ചു തരാം. അത് ഫുള്ള് ഡെക്കറേഷൻ ആണ്, അടിപൊളിയല്ലേ.
നമുക്ക് ചായ വേണമെന്ന് വീണ്ടും പറഞ്ഞാൽ വീണ്ടും കൊണ്ടുത്തരും കേട്ടോ. അപ്പം ചായ വേണമെന്നപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബിസ്ക്കറ്റ് തന്നായിരുന്നു. നേരത്തെ ബിസ്ക്കറ്റ് തന്നില്ല. ഇത് കണ്ടോ, മറ്റേ യൂണിബിക്കിൻ്റെ ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, പിന്നെ ജിഞ്ചർ ടീ പ്രീമിക്സ്. ഈ ഗ്ലാസ് നമുക്ക് ഈ ഗ്ലാസ്സിൻ്റെ പ്രത്യേകത നമുക്ക് ചൂടറിയത്തില്ല. അതാണ് മെയിൻ ഒരു പ്രത്യേകത കണ്ടോ. ഇനി പിടിച്ചാലും നമുക്ക് ചൂട് വെള്ളമാണെങ്കിലും അറിയത്തില്ല. നമ്മുടെ വന്ദേ ഭാരത് അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ പുതിയ ഭാരതപ്പുഴ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പുതിയ പാലം അവിടെ വരുന്നുണ്ട്. നമ്മളങ്ങനെ ട്രിവാൻഡ്രം ഡിവിഷനിൽ നിന്നും പാലക്കാട് ഡിവിഷനിലേക്ക് കയറുക. നമ്മളിവിടെ ഷൊർണൂർ വന്നപ്പോഴേക്കും വേണ്ട മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, നമ്മുടെ ആലപ്പുഴയിലുള്ള വന്ദേ ഭാരതയാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ 2 വന്ദേ ഭാരതം കൂടി ഇവിടെ ഷൊർണൂർ മീറ്റ് ചെയ്യണം. വേണ്ട നമ്മൾ വരാൻ വേണ്ടി ആ വന്ദേ ഭാരത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്നപ്പോഴേക്കും അത് കണ്ട് എടുത്തുകൊണ്ട് പോവുക. ഇത് 2 സെയിം ആട്ടോ. അത് 20 കോച്ചുള്ളതും ഇത് 20 കോച്ചുള്ളതും. ആദ്യം അത് 8 കോച്ചായിരുന്നു. ഇത് ആദ്യം 8 കോച്ചായിരുന്നല്ലോ. പിന്നെ രണ്ടും ലാസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത ആ വണ്ടിയാണ്. ആദ്യം 20 കോച്ചാക്കിയത് ഈ വണ്ടി. ഷൊർണൂർ സ്റ്റേഷനിൽ ഇവിടെ പ്ലാറ്റ്ഫോം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ വന്ദേ ഭാരത് 110 പോയി. ഇത്രയും നേരം 80 ഉരുട്ടുമായിരുന്നു. ഇപ്പം നല്ല സ്പീഡിൽ പോകും. അങ്ങനെ ഷൊർണൂർ വിട്ടപ്പോഴേക്കും നമ്മുടെ അമൃത ഭാരത് അങ്ങനെ പറക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് അത് ശ്വാസം വീണത് ഈ സാധനത്തിൽ. എറണാകുളത്തുനിന്ന് കണ്ണൂർ പോകാൻ വേണ്ടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് നമ്മുടെ വന്ദേ ഭാരത്. 3 മണിക്കൂർ 43 മിനിറ്റ് മതി. 903 രൂപയാണ് എനിക്കിത് ബുക്ക് ചെയ്തപ്പോൾ ആയത്. വിത്ത് ഫുഡ് കേട്ടോ. നോർമൽ ചെയർക്കാർ, എക്സിക്യൂട്ടീവ് ആകുമ്പോൾ 1000 മേളിൽ പോകും. അപ്പോൾ വിത്ത് ഫുഡ് 900 രൂപയാവും. വിത്തൗട്ട് ഫുഡാണെങ്കിൽ ഒരു 10, 200, 300 രൂപ കുറയും. പക്ഷെ ലാഭം കേട്ടോ. വേഗം എത്തത്തില്ലേ. അല്ലാത്ത വണ്ടികളൊക്കെ നല്ല ടൈം എടുക്കും. ഈ ഷൊർണൂർ മംഗലാപുരം റൂട്ട് ആക്ച്വലി മറ്റേ 130 kmph ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് പലയിടത്തൊക്കെ കഴിഞ്ഞു. നമുക്ക് ആ ട്രാക്കായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല അടിപൊളി ട്രാക്കാണ്. നല്ല കംഫർട്ടാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് മിക്കവാറും ഈ ഫൈനാൻഷ്യൽ ഇയറിന് മുന്നേ 130 ആക്കുമായിരിക്കും. ഇതിലായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനോ കാര്യമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ടൈം എടുക്കും. ഈ ഇൻസ്പെക്ഷൻ നടത്തുന്നത് CRS എന്നൊരു വിഭാഗമാണ്. അതായത് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി. അത് അണ്ടർ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനിലാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ ഇത് കൊടുത്താൽ അത് കള്ളത്തരം കാണിക്കുമെന്ന് അറിയാം. പണ്ട് മുതലേ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ വിഭാഗത്തിന് കൊടുത്തിട്ട് ഈ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അവരാണ് വന്നിട്ട് ഇത് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പുതിയ ലൈനോ അല്ലെങ്കിൽ സ്പീഡ് അപ്ഗ്രേഡേഷൻ വർക്കൊക്കെ നടന്നാൽ, പുതിയ പാലങ്ങളൊക്കെ പണിതാൽ ഈ CRS എന്ന് പറഞ്ഞ് ഇവർ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും, ഇത് ശരിയല്ല, ഈ പണിത് ശരിയല്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഈ ഒരു റെയിൽവേ വീണ്ടും അത് പണിത് കൊടുക്കും. അങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പോൾ ഈ CRS കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി വന്നിട്ട് ഇത് അവർ ചെക്ക് ചെയ്യും. ഇത് ട്രാക്കാണെങ്കിലും പുതിയ റെയിൽവേ ലൈൻ ആണെങ്കിലും പാലമാണെങ്കിലും ചെക്ക് ചെയ്യും. അവർക്ക് തൃപ്തിപ്പെട്ടാൽ മാത്രമേ അവർ അപ്രൂവ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചെയ്യത്തില്ല. ഇത് വേറെ വകുപ്പായതുകൊണ്ട് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേയൊക്കെ കണ്ണടയ്ക്കും. അപ്പോൾ ഈ CRS ഈ കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിൽ വരുന്നൊരു വിഭാഗമാണ് ഈ പുതിയ റെയിൽവേ ലൈനുകളും പാലങ്ങളും സംഭവങ്ങളെല്ലാം കമ്മീഷൻ ചെയ്യുന്നത്. തിരൂർ കഴിഞ്ഞ് താനൂർ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി, തിരൂർ കാണിക്കാൻ പറ്റില്ല. തിരൂർ സ്കിപ്പ് അടിച്ച് അറിഞ്ഞുപോലും കേട്ടോ. ഇനി ഇത് പറയരുത് ദൈവത്തെ ഓർത്ത്. താനൂർ കാണിച്ചില്ല കേട്ടോ. താനൂർ സ്കിപ്പ് അടിക്കുക കേട്ടോ. ഞാനൊരു പത്തനംതിട്ടക്കാരനാണേ. അപ്പോൾ ഇതേപോലെ കുറേ പോസ്റ്റ്, ഞാനെന്ന സ്റ്റോപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇതേപോലെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതായത് തിരുവല്ലയിൽ സ്റ്റോപ്പ് പോകണം. തിരുവല്ലയിൽ എന്തിനു ഈ വണ്ടിക്ക് സ്റ്റോപ്പ് എനിക്കറിയത്തില്ല. തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ പോലും ഇല്ല ചെങ്ങന്നൂർ പോകാൻ വേണ്ടി. ചെങ്ങന്നൂർ സ്റ്റോപ്പുണ്ട്, അവിടെ പോയി കയറുന്നത്. എന്തിനാണ് തിരുവല്ലയിൽ സ്റ്റോപ്പ് വേണമെന്ന് ഈ വണ്ടിക്ക് പറയണേ? ഇതൊരു പ്രീമിയം വണ്ടിയാണ്. ഇത് എങ്ങും നിർത്താതെ പോകുന്ന, സ്റ്റോപ്പ് വളരെ കുറച്ച് പോകുന്ന ഒരു വണ്ടിയാണ്. ആ പ്രീമിയം വണ്ടിക്ക് എന്തിനാണ് ഈ 10 കിലോമീറ്റർ ഗ്യാപ്പിൽ സ്റ്റോപ്പ്? ഞാൻ അതാ പറയണേ. ആ ചെങ്ങന്നൂർ സ്റ്റോപ്പുണ്ട്, അവിടെ പോയി കയറുന്നത്. അവിടെ പോയി കയറാൻ വയ്യേ, അതോ എല്ലാവരുടെയും കാലിൻ്റെ കീഴെ നിർത്തണം എന്നാണോ? എനിക്കറിയത്തില്ല. തിരുവല്ലക്കാരെ കൊണ്ട് എനിക്കറിയില്ല ഇവരെന്തു പറയുന്നതിന്. ഒരു ബോധമില്ലാത്ത വർത്തമാനം പറയണം കേട്ടോ. ഇതൊരു പ്രീമിയം വണ്ടി, അല്ലാണ്ട് പാസഞ്ചർ ട്രെയിനോ ഒന്നും അല്ല. നിങ്ങൾ ആദ്യം അവിടെ കോവിഡിന് മുന്നേ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന വണ്ടികളെ ഇപ്പോൾ സ്റ്റോപ്പില്ല, അത് ആദ്യം മേടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വന്ദേ ഭാരത് എടുക്കുക. ഇത് ചുമ്മാ ഒരു അനാവശ്യ കാര്യം പറയുന്നത്. സ്റ്റോപ്പ് വേണമെന്ന് തിരുവല്ല സ്റ്റോപ്പ് വേണമെന്ന്. തൊട്ടപ്പുറത്ത് ബൈ റോഡ് പോകാണെങ്കിൽ 20 മിനിറ്റ് പോലും വേണ്ട.
ചെങ്ങന്നൂർ എത്താൻ വേണ്ടി തിരുവല്ലയിൽ നിന്ന്. എന്നിട്ട് തിരുവല്ല സ്റ്റോപ്പ് വേണം. എന്തോ പറയാൻ ഓരോ ആൾക്കാരെ കൊണ്ട് ഒരു ബോധവുമില്ല. ഇപ്പം വേറെ എവിടെയെല്ലാമാണോ ഓക്കെ എന്ന് പറയും, ഇത് ഈ തിരുവല്ല എനിക്കറിയില്ല. ഇതൊരു പ്രീമിയം വണ്ടി, ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലായിടത്തും നിർത്തി പോകുന്ന വണ്ടിയല്ല. ഇതിങ്ങനത്തെ വണ്ടിയാണ്. അത് എന്താണ് മനസ്സിലാക്കാത്തതെന്നായിരിക്കും എനിക്കറിയാത്തത്. നേത്രാവതി എക്സ്പ്രസ് കണ്ട് പാസ് ചെയ്ത് പോകണം കേട്ടോ. നല്ല സ്പീഡ് ഒതുക്കി കാണുന്ന പോലും ഇരുത്തും. നമ്മളങ്ങനെ കടലുണ്ടി കടക്കുകയാണ്. നമ്മൾ കടലുണ്ടിയൊക്കെ എത്താറായിട്ടുണ്ട്, സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അതിന് വലിയ ഓവർകാസ്റ്റ് സംഭവങ്ങളൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇനി ഇവിടെ നിന്നൊരു 16 കിലോമീറ്റർ കൂടെ ഒക്കെ നമ്മൾ കോഴിക്കോട് എത്തുകയാണ്. നമ്മൾ കടലുണ്ടി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുക കേട്ടോ. കോഴിക്കോടൊക്കെ എത്താറായപ്പോഴേക്കും വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്, എങ്ങും ചവിട്ടുന്നൊന്നുമില്ല കേട്ടോ, അടിച്ച് വിട്ടാണ് പോകുന്നത്. കോഴിക്കോട് ആവാറായപ്പോഴേക്കും കുറേ പേര് ഇറങ്ങാൻ പോവാണ്. കോഴിക്കോട് അറിയില്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയാവും. നമ്മളങ്ങനെ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട് ഏറനാട് എക്സ്പ്രസ് കണ്ട് കോഴിക്കോടെന്ന് കണ്ട് പുറപ്പെടുക കണ്ടോ. ആരക്കോണത്തിൻ്റെ ഒരു WT408 ഏറനാട് എക്സ്പ്രസ്സൊക്കെ അത്യാവശ്യമായിട്ട് LHB ആവേണ്ട ഒരു വണ്ടിയും കൂടെയാണ്. നമുക്ക് പഴയ കോച്ചുകളാണ്, എല്ലാം LHB ആകുമായിരിക്കും ഉടനെ. ഇവിടെ കോഴിക്കോട് ഇവിടെ നടുക്കൊരു ഗുഡ്സ് ട്രെയിനിങ് കിടപ്പുണ്ട്. ഇന്ന് കുറേ വരുന്ന വഴിക്ക് കുറേ ഗുഡ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഗുഡ്സ് ഉണ്ട് ഇന്ന്. ഞാനെന്നാൽ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ പുറത്തിറങ്ങാമെന്ന് വെച്ച് നോക്കിയിരിക്കുക, പക്ഷേ വേഗം അടയ്ക്കുന്നു ഇവർ, ആളിറങ്ങി അപ്പം തന്നെ അടയ്ക്കുന്നു. ഗറിയിൽ ദിവസം കൊണ്ട് പുറത്തിറക്കാൻ ഒരു രക്ഷയില്ല. എന്തുവല്ലേ, രാവിലെ 8:30 എറണാകുളത്ത് നിന്ന് എടുത്തിട്ട് 11 മണിക്ക് കോഴിക്കോട്. ഈ ഒറ്റ കീട്ടിലും പോക്കല്ലേ സാധനം പോകണേ. നമ്മൾ ബൈ റോഡിൽ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും. ഗുഡ്സിനെല്ലാം G9 നോക്കുകയാണ് കേട്ടോ, 2 G9 ആണ് കേട്ടോ. ഏത് ഷെഡിൻ്റെയാ? ബിലായി ഷെഡിൻ്റെ WT9 കേട്ടോ, ബിലായി. ഇവിടെ നിന്ന് ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ണൂരാണ്. ഇവിടെ നിന്ന് ഇനി 85 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് വിട്ടപ്പോൾ തൊട്ട് ഫുള്ള് പയ്യാണ് പോകുന്നത്. ഇതുകൊണ്ട് ഇവിടെ എന്തോ പാലത്തിൻ്റെ ഗിർഡർ എന്തോ മാറ്റമാണ്, അപ്പോൾ ട്രെയിൻ വളരെ സ്പീഡ് കുറച്ച് പയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കൊയിലാണ്ടി സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡ് കുറവ് എല്ലായിടത്തും കേട്ടോ. കോഴിക്കോട് നിന്ന് വിട്ടേ പിന്നെ ഇതാണ് അവസ്ഥ. കൊണ്ട് ഇവിടെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ലൈൻ കമ്പിയിലൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്, അതാണ് ഈ പയ്യെ പോകുന്നത്. വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്, എല്ലായിടത്തും നല്ല ക്ലീനാണ്, ഒരു പ്രശ്നവുമില്ല. താഴത്തെ ഇത് എനിക്ക് മറ്റേ ഫ്ലോറിൻ്റെ അത് എന്തോ പെയിൻറ്റ് ഒന്ന് ഇളകി പോയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ വൃത്തി കുറവോ അങ്ങനെയൊന്നുമില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. വണ്ടി എന്തായാലും നല്ല ക്ലീനാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ പാലക്കാട് ഡിവിഷനിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര സ്മൂത്താണ് ട്രാക്കൊക്കെ കേട്ടോ, ഭയങ്കര സ്മൂത്താണ്. നല്ല ഒട്ടും ജർക്കോ ഒട്ടും കുലുക്കോ ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് എന്തായാലും കേട്ടോ. എന്തായാലും പൊളിച്ച്. നമ്മൾ ഈ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെയാണ്, നല്ല സ്മൂത്താണ് ട്രാക്കൊക്കെ. അപ്പോൾ വന്ദേ ഭാരത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ചില റൂട്ടിൽ കൂടെ പോകുമ്പോഴേ ട്രാക്കിനൊന്നും ഒരു കംഫർട്ട് കാണത്തില്ല, മനസ്സിലായോ? അത് ഈ മറ്റേ തൃശ്ശൂർ എറണാകുളം സെക്ഷനിൽ മെയിനായിട്ട് അറിയാൻ പറ്റും. കോട്ടയം റൂട്ടിലും നമ്മൾ പോകുമ്പോൾ അറിയാം, വണ്ടി നല്ല സ്പീഡ് കയറുമ്പോൾ തന്നെ നമ്മൾ വണ്ടിക്ക് ഒരു ജെർക്കും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഷൊർണൂർ ഏരിയ ഇങ്ങോട്ട് ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നല്ല കംഫർട്ടാണ്, ഒരു പ്രശ്നവുമില്ല. ട്രാക്കൊക്കെ അടിപൊളി വരുന്നുണ്ട്. നമ്മളങ്ങനെ മാഹി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഹി സ്റ്റേഷൻ അഥവാ മയ്യഴി. വണ്ടി ഇപ്പം നല്ല വീഡിയോയിലാണ്, നേരത്തെയൊക്കെ ഭയങ്കര സ്ലോയിലായിരുന്നു, ഇപ്പം നല്ല കത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 30 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരെത്തും. അത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്താണ് നമ്മുടെ നാഗർകോവിൽ മംഗലാപുരം അല്ല, നമ്മുടെ കേരളത്തിൻ്റെ 3 അമൃത് ഭാരത് ട്രെയിനിൻ്റെയും ടൈം ടേബിൾ ഇറങ്ങി. അതിൽ ഏറ്റവും മോശം റണ്ണിങ് നാഗർകോവിൽ മംഗലാപുരമാണ്. അതിൻ്റെ ടൈം ടേബിൾ ഭയങ്കര മോശമാണ്. എസ്പെഷ്യലി നാഗർകോവിൽ മംഗലാപുരം വരെ പരശുറാം എക്സ്പ്രസിനേക്കാളും ടൈം എടുത്താണ് അത് പോകുന്നത്. അതായത് 40 നാഗർകോവിലിന് എടുത്തിട്ട് അടുത്ത ദിവസം വെളുപ്പിന് 5 മണിക്കാണ് മംഗലാപുരം എത്തുന്നത്. അതിന് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ 2 മണിക്കൂറും പിന്നെ കാസർഗോഡ് മംഗലാപുരം 3 മണിക്കൂറൊക്കെ ടൈം കൊടുത്തേക്കണം. ആ ഐലൻഡിൻ്റെ പുറകിലിട്ട് പോകുന്ന വണ്ടിയാണ്. നിങ്ങൾ അമൃതഭാരതി കയറുകയാണെങ്കിൽ ഒട്ടും പ്രയോറിറ്റി എക്സ്പെക്റ്റ് ചെയ്യരുത്, കാരണം ഒട്ടും പ്രയോറിറ്റി കാണത്തില്ല. ഫാസ്റ്റർ കണക്റ്റിവിറ്റി എന്നൊക്കെ വെറുതെ പറയുന്നതാണ്, പ്രയോറിറ്റി കാണത്തില്ല ഈ വണ്ടിക്ക്. അത് ടൈം ടേബിൾ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര സ്ലാക്ക് ടൈം. പരശുരാമിനെക്കാട്ടും സ്ലോവറാന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ എന്ത് പറയാൻ, എന്ന് ആലോചിക്കും. പരശുരാം തന്നെ എല്ലായിടത്തും നിർത്തി പയ്യെ പോകുന്നത്. 18 മണിക്കൂർ അടുപ്പിച്ച് സമയം എടുത്തിട്ടാണ് ഈ അമൃതഭാരത് നാഗർകോവിൽ മംഗലാപുരം പോണേ. എന്തോ അല്ല അവസ്ഥ, എൻ്റെ ദൈവമേ, ഭയങ്കരമാണ്. കൂട്ടത്തിൽ ഭേദം മറ്റേ ചർലപ്പള്ളി കൊച്ചുവേളി അമൃതഭാരതാണ്. ഇതെല്ലാം വീക്കിലി വണ്ടികളാണ് കേട്ടോ. ഈ ചർലപ്പള്ളി അമൃതഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേയാണ്. പിന്നെ മറ്റേ താമ്പരം അമൃതഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെന്നൈ ഡിവിഷനാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷൻ ആകെയുള്ളത് മറ്റേ നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃതഭാരതാണ്. അപ്പോൾ അത് ഓടി തുടങ്ങുമ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ എടുക്കണം. എപ്പോൾ ഓടി തുടങ്ങുമെന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും ചെയ്യണം. അങ്ങനെ നമ്മൾ 8:30 കയറിയിട്ട് ഇപ്പോൾ 12 അവർ ആയപ്പോഴാണ് നമ്മൾ
ഇവിടെ കണ്ണൂർ എത്തുന്നത് 4 മണിക്കൂർ എടുത്ത്. കാരണം വണ്ടി ലേറ്റ് ആയതുകൊണ്ട്, വണ്ടി ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് വണ്ടി ലേറ്റായി. അപ്പോൾ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ ലേറ്റായി. 12:30 ഇപ്പോൾ സമയം. നമ്മൾ കണ്ണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ വണ്ടി കാലി നോക്കുക, ഒറ്റ മനുഷ്യരില്ല. ഇനി കാസർഗോഡ് ഇറങ്ങാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ടോ ഫുൾ കാലി. നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ 12:30 കണ്ണൂർ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ വന്ദേ ഭാരത് കണ്ണൂർ നിന്ന് കണ്ട് എടുത്ത് പോവാണ്. ഇതിൻ്റെ ആക്സിലേഷൻ നിങ്ങൾ നോക്കണേ. നല്ല യാത്രയായിരുന്നു. പക്ഷേ ഫുഡൊന്ന് അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു, പക്ഷേ ചൂടില്ലായിരുന്നു. അതാണ് ഒരു മെയിൻ പ്രശ്നം. ഫുഡും കൂടെ അടിപൊളിയാണെങ്കിൽ ഈ വണ്ടി ശരിക്കും അടിപൊളിയാണ്. ഫുഡ് ഉച്ചക്കത്തെയൊക്കെ നല്ലതായിരിക്കും. ചിലപ്പോൾ രാത്രിയിൽ തണുത്ത് പോയതായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട്. മോശമൊന്നുമല്ല, ഒന്ന് ചൂടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ണൂർ നിന്ന് ഇനി അടുത്ത് പോകാൻ പോകുന്ന വണ്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ സ്വന്തം കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്. അത് കിടന്ന് വൈകിട്ട് 6 മണിക്ക് എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും നേരം പോസ്റ്റാണ്, വെറുതെ ഇരിക്കാനല്ല, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഇന്ന് സ്ലീപ്പറിനും പിന്നെ ഷൊർണൂരിൽ നിന്ന് യശ്വന്ത്പൂർ വരെ ഇതിൻ്റെ AC 2 ടയറിനാണ് പോകുന്നത്. നമ്മളന്ന് കൊല്ലം മെയിൽ പോയില്ല, അതേപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്ലീപ്പറും കിട്ടും, AC കിട്ടും. നമുക്ക് എന്തായാലും കണ്ണൂർ വന്നില്ല, സമയമുണ്ടല്ലോ, നമുക്ക് കണ്ണൂരിൽ ഇവിടെ നിന്ന് ഒരു ബിരിയാണി കഴിക്കാൻ പോകാം. ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആണ്. എനിക്ക് ഇവിടുത്തെ വലിയ പിടിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഒരു കട ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, അവിടെ പോയി കഴിക്കാം. ഇവിടെ കണ്ണൂർ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എനിക്ക് തോന്നുന്നു ഈ ഇടങ്ങാണ്ട് തുടങ്ങിയ ഒരു പെയ്ഡ് AC വെയിറ്റിംഗ് ഹോളാണ് കാണുന്നത്. നോക്കി 30 രൂപ കണ്ടുള്ള കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമുക്ക് വേണ്ടോ മാലയൊക്കെ ഇട്ട്. എനിക്ക് തോന്നുന്നു ഈ ഇടം കണ്ട് ഉദ്ഘാടനം ചെയ്താൽ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നോ അല്ല ഇന്നലെ വല്ല ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടോ. 30 രൂപയുള്ള കയറാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറാണ് 30 രൂപ. വേണ്ട, പെർ അവർ 30 റുപ്പീസ്. ഈ കണ്ണൂർ സ്റ്റേഷൻ അടിപൊളിയായിട്ട് നല്ല വൃത്തിയുണ്ട് ഇവിടെ. നിങ്ങൾ ഈ റീല് കണ്ടിട്ടില്ലേ, മറ്റേ ട്രെയിൻ പോകുമ്പോൾ പ്ലാറ്റ്ഫോം കണ്ട കേരളമാണെന്ന് പറയുന്ന റീല് കണ്ടിട്ടില്ലേ? കണ്ടറിയാം. പാലക്കാട് ഡിവിഷനിൽ, എസ്പെഷ്യലി പാലക്കാട് ഡിവിഷനിലെ സ്റ്റേഷനൊക്കെ ചിലതൊക്കെ അടിപൊളി കേട്ടോ. കണ്ണൂരൊക്കെ സൂപ്പർ. നോക്ക് എന്ത് വൃത്തിയാണ് നോക്ക്. ഇവിടെ കണ്ണൂർ സ്റ്റേഷനിൽ റിട്ടേൺ റൂമിൻ്റെ ചാർജാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 മണിക്കൂറത്തേക്ക് 600 രൂപ, 6 മണിക്കൂറത്തേക്ക് 800 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 8 റൂമുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാൻ വന്ന് ഇവിടെ MVK ട്രാവലേഴ്സ് റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് വന്നതാണ്. എനിക്ക് ഇവിടുത്തെ സംഭവം എന്ന് അറിയത്തിട്ട് ഗൂഗിൾ മാപ്പിൽ നല്ല റിവ്യൂ ഉള്ളത് നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചു. ഞാൻ ഇതിലൂടെ കണ്ണൂരിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. കണ്ണൂർ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. നമുക്ക് കണ്ണൂരിലെ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. മട്ടൻ ബിരിയാണി മേടിച്ചു. സാധാരണ എപ്പോഴും നമ്മൾ ചിക്കനാണ് മേടിക്കുന്നത്. ഇന്ന് മട്ടൻ വാങ്ങിച്ചു നോക്കാനായിട്ട്. നല്ല പൂ പോലത്തെ വെന്ത മട്ടനാണ് കേട്ടോ. മട്ടൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. പക്ക നല്ല ഒതൻറ്റിക് ടേസ്റ്റ്, നൈസാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞങ്ങളുടെ ഈ പത്തനംതിട്ട ഭാഗത്തൊക്കെ കിട്ടുന്ന ബിരിയാണി ലോങ് റൈസിൻ്റെ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ മുട്ട ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ മുട്ട കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഉണ്ടാവും മിക്കവാറും. ഒരു മുട്ടയും 2 ചിക്കൻ പീസും ഉണ്ടാവും. ഇവിടെ കുഞ്ഞ് അരിയുടെ ബിരിയാണിയാണ്, കുഞ്ഞ് റൈസില്ലേ. എനിക്കൊന്ന് ജീരകശാല റൈസാണ് തോന്നുന്നു. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ബിരിയാണി കുറച്ച് ഫ്ലേവർ വേണം. ഇവിടെ നല്ല ഫ്ലേവറുണ്ട്. ചിലടത്ത് പോയി കഴിക്കുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ശോകമായിരിക്കും, ഫ്ലേവറൊന്നും കാണത്തില്ല റൈസിന്. പക്ഷേ ഇവിടുത്തെ ബിരിയാണിക്ക് റൈസിന് ഫ്ലേവറുണ്ട്. കണ്ണൂർ വന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മളിനി അടുത്ത പോകുന്നത് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിനാണ്. വൈകിട്ട് 6:05 ആ വണ്ടി ഇവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂറുണ്ട് സമയം. അവിടെ പോയി അടുത്ത വീഡിയോ തുടങ്ങേണ്ട പരിപാടിയൊക്കെ ചെയ്യണം പോയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കുഞ്ഞു വീഡിയോ ആയിരുന്നു, അഭിപ്രായം പറയാം. അടുത്ത ദിവസം നമ്മുടെ സ്വന്തം കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. കുറച്ച് ദിവസം കാണാം. ബൈ.